ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ ഗൂഢാലോചന സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന രമയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ നൽകിയ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചന്ദ്രശേഖരൻ വധത്തിലെ ഗൂഢാലോചന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തലയിലെ കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആ കത്ത് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ എഴുതിയ കത്ത് ഞാൻ അന്വേഷണ ടീമിന് കൈമാറി എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. ആ കത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കട്ടെ, അച്യുതാനന്ദൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള അന്വേഷണം നടക്കട്ടെ. എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ CBI അന്വേഷണത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് അപ്പോൾ ഒരു തീരുമാനമെടുക്കും. ഗവൺമെന്റിന് ഈ കാര്യങ്ങളിൽ യാതൊരു വൈരനിര്യാതന ബുദ്ധിയുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ വധം അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകണം എന്നുള്ള കാര്യം നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇനിമേൽ ഒരു നിരപരാധിയുടെയും ചോര, അവരുടെ ശവം ഈ മണ്ണിൽ വീണാൻ പാടില്ല എന്നുള്ളത് സർക്കാരിന് നിർബന്ധമുള്ള കാര്യമാണ്. ഈ കൊലപാതകം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകട്ടെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊലപാതകവും അക്രമവുമല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് ജനങ്ങൾ വിധി എഴുതട്ടെ. അതുകൊണ്ട് ഒരു കാര്യത്തിലൂടെ ഗവൺമെന്റ് നിർബന്ധമുണ്ട്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ 120B അനുസരിച്ച് ഗൂഢാലോചന നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നുള്ള കാര്യത്തിലും ഗവൺമെന്റിന് നിർബന്ധ ബുദ്ധിയുണ്ട്. അതിനകത്തൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. രാഷ്ട്രീയ കൊലപാതക കേസിൽ അവസാനത്തെ തവണ ടി.പി. ചന്ദ്രശേഖരൻ വധമെന്നതാണ് UDF സർക്കാരിന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ ചെന്നിത്തല, പിണറായി വിജയന്റെ കേരള രക്ഷാ മാർച്ചിന് കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്നും കുറ്റപ്പെടുത്തി. CPM രാഷ്ട്രീയം ദുരന്തമായി മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടി.പി. ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോലീസ് അന്വേഷണത്തിനും സർക്കാർ ഇടപെടില്ലെന്നും അവസാനം അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PC വിഷ്ണുനാഥ് MLA, DCC പ്രസിഡന്റ് A. ശുക്കൂർ, രവി കുര്യാക്കോസ്, ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു.